എന്തിനു വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്? വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ഇത് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളൊരു വലിയ കേന്ദ്രീകരണ സ്ഥാപനമാകണം. കഴിഞ്ഞ ദിവസം ഭീമൻ രഘുവേര എന്തായിരുന്നു പറഞ്ഞത്? ഓ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആണല്ലോ അയ്യപ്പൻ എന്നല്ലേ? പിന്നീട് വരെ അവസരം കിട്ടിയില്ല. ഇത് നമ്മുടെ പത്തനംതിട്ടയുടെയും കോട്ടയത്തിന്റെയും എറണാകുളത്തിന്റെയും ഒക്കെ വലിയ തരത്തിലുള്ള വളർച്ചക്കിടയാക്കും. സൗദി അറേബ്യ 1 ലക്ഷം ആളുകൾ ആ വിമാനത്തിൽ പോവുകയും വ്രതാനുഷ്ഠാനങ്ങളിൽ അവരുടെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് ദർശനം നടത്തി വരുന്നത്. അപ്പൊ ശബരിമലയെ കേരളത്തിലെ ഒരു മക്കയാക്കണം അല്ലെ? അതാണ് അണ്ണന്റെ ഉദ്ദേശം. സത്യം പറഞ്ഞ ആശാനെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചുകൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ. ആ രാജ്യത്തിന്റെ മുഴുവൻ വളർച്ചയില്ലേ എന്തൊരു മാറ്റമാണ് അവിടെ ഉണ്ടാകുന്നത്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. എത്ര കോടിയുടെ വ്യാപാരമാണ് നടക്കുന്നത്, എന്തൊരു പുരോഗതിയാണ്. ശശിയെ എന്നാണ് ഈ പറയുന്നത്? എത്ര കോടി രൂപയുടെ വ്യാപാരമാണ് സൗദി അറേബ്യയിലും അവിടെ ഇവിടെയൊക്കെ നടക്കുന്നത്. അത് കാണുമ്പോ കൊതി വന്നിട്ട് വയ്യ, കൈയിട്ട് വാരാഞ്ഞിട്ട് വയ്യ. ഇവിടെ ആ ലെവലിൽ എത്തിച്ചിട്ട് വേണം നമുക്ക് കുറച്ചും കൂടി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അയ്യപ്പ ദർശനത്തിന്റെ ഭാഗമായിട്ട് ശബരിമലയിലെ നട തുറക്കുമ്പോഴേക്കും എത്രമാത്രം മനുഷ്യരുടെ വന്നെത്തുകയാണ് അയ്യപ്പ ഭക്തന്മാർ. അതിനൊന്നും ഇല്ലേ പൊന്നണ്ണ? എല്ലാ വർഷങ്ങളിലും കാലാകാലങ്ങളായിട്ട് തിക്കും തിരക്കും ഒക്കെ അവിടെ ഉണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ദർശനത്തിന് വേണ്ടി എത്തുന്നുണ്ട്. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ആ നാട് മുഴുവൻ വെളിച്ചം പകരുകയല്ലേ, ആ നാട് മുഴുവൻ ഉണരുകയല്ലേ. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? ഉണർവിനെ കെടുത്തുന്നത് ആരും ഈ ഉണർവിനെ കെടുത്തിയേക്കരുത്. ഈ ഉണർവ് ഇങ്ങനെ തന്നെ ഉണർന്നിരിക്കണം. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. കല്ലും മുള്ളും കാലിക്കുപ്പിയും വരെ ഭക്തജനങ്ങൾക്ക് ശല്യമാകാത്ത രീതിയിൽ പെറുക്ക് മാറ്റാനുള്ള സംവിധാനങ്ങൾ ഉടനടി നടപ്പിലാക്കുക. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.